വെസ്റ്റീജ് പിന്നെ വിന്നിംഗ് ടീം ഇതുമായി ചേർന്ന് പ്രവർത്തിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന രണ്ടുപേർ, ചരൺ സിംഗ് താരയും ഭാർഗവി സിംഗും. അവരുടെ അനുഭവ കഥയാണ് ഈ വീഡിയോയിലുള്ളത്. ഡയറക്ട് സെല്ലിംഗ് ഫീൽഡിലെ ഒരു വിജയകഥ. അതെ, വെസ്റ്റീജ് എന്ന് പറയുന്നത് ആരോഗ്യ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളൊക്കെ ഡയറക്ട് സെല്ലിംഗ് വഴി വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വിന്നിംഗ് ടീം അതിലൊരു സപ്പോർട്ട് സിസ്റ്റം പോലെയും. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റം. കറക്റ്റ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അവരെങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത്? ഡയറക്ട് സെല്ലിംഗ് എന്ന വഴി അവർക്ക് എന്തൊക്കെയാണ് തുറന്നുകൊടുത്തത്? അവരുടെ വാക്കുകളിൽ എന്താണ് പ്രധാനം? ഇതൊക്കെ നമുക്ക് ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. തീർച്ചയായും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, പലരും പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, സാധാരണ ജോലി. അതിൽ നിന്നും മാറി ഒരു പുതിയ വഴി തെരഞ്ഞെടുത്തവരുടെ അനുഭവമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ്, പ്രത്യേകിച്ച് ഈയൊരു സിസ്റ്റത്തിലൂടെ ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്ന് അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ശരിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയാലോ? വീഡിയോയിൽ ചരൺ സിംഗ് പറയുന്നുണ്ട്, അദ്ദേഹം വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. സാധാരണ പശ്ചാത്തലം. ചെറുപ്പത്തിലെ പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായി എന്തെങ്കിലും നേടണം എന്നൊരാഗ്രഹം. ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ ട്യൂഷൻ എടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓഹോ. പിന്നെ ഹൈദരാബാദിലെ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ലോട്ടിൽ ജോലി ചെയ്തതും അങ്ങനെ പല ചെറിയ ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. അതെ. മറ്റേ സൈഡിൽ ഭാർഗവി സിംഗിന്റെ കാര്യം നോക്കിയാൽ അവര് IT ഫീൽഡിൽ ഏകദേശം 18 വർഷത്തോളം വർക്ക് ചെയ്ത ഒരാളാണ്. ഓ, 18 വർഷം. അത് വലിയൊരു കാലയളമാണല്ലോ. അതെ, നല്ല എക്സ്പീരിയൻസ്. പക്ഷേ ഈ ജോലി കാരണം സ്വന്തം കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയില്ല, അവരുടെ ബാല്യം മിസ് ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ജോലിയും കുടുംബവും. അതെ, ജോലിയുടെ സ്ട്രെസ്സും പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ഉറപ്പില്ലായ്മയും അവരെ അലട്ടിയിരുന്നു എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ രണ്ടുപേരുടെയും സാഹചര്യങ്ങൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരാള് പല ജോലികൾ ചെയ്തു വരുന്നു, മറ്റൊരാൾ വർഷങ്ങളായി IT പ്രൊഫഷണൽ. പക്ഷെ രണ്ടുപേർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്നത് എന്താ? നിലവിലുള്ള ജീവിത രീതിയിൽ ഒരു മാറ്റം വേണമെന്ന ചിന്ത, അല്ലേ? അതെ അതെ, ആ പോയിന്റ് വളരെ പ്രധാനമാണ്. അവരവരുടെ ജോലികളിൽ മുഴുകിയിരുന്നെങ്കിലും കിട്ടുന്ന വരുമാനമൊക്കെ, പക്ഷെ അതിനപ്പുറം ഒരു സംതൃപ്തി, ഒരു വളർച്ച, അതൊന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. ഒരു തരം സ്തംഭനാവസ്ഥ പോലെ. കറക്റ്റ്. ചരൺ സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സംഗീതത്തിൽ വലിയ പാഷനുണ്ടായിരുന്നു. അച്ഛനിൽ നിന്ന് കിട്ടിയ കഴിവാണ്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോ ആഗ്രഹിച്ചൊരു ജീവിതമല്ല നയിക്കുന്നത് എന്നൊരു ഫീൽ. ജീവിതം എവിടെയോ സ്റ്റക്കായി നിൽക്കുന്നു. അതിൽ നിന്നാണ് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അവർ നോക്കുന്നത്. ശരിയാണ്. ചരൺ സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛനും പിന്നെ ഗുരുവുമാണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന ഐഡിയയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത്. ആ സമയത്ത് അതൊരു പുതിയ വെളിച്ചം പോലെ, മുന്നോട്ടു പോകാൻ ഒരു വഴി കിട്ടിയ പോലെ തോന്നിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി. വിന്നിംഗ് ടീം എന്നിവയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. വീഡിയോയിൽ അവരെടുത്തു പറയുന്ന ഒരു കാര്യം, വെറുതെ ജോയിൻ ചെയ്യുക എന്നല്ല, ഇതിൽ ഏറ്റവും ടോപ്പിലെത്തണം, ആ ഒരു ലക്ഷ്യത്തോടെയാണ് അവർ തുടങ്ങിയത്. അതൊരു പ്രധാന പോയിന്റാണ്. വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നല്ല, വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. അതെ, ഇവിടെയാണ് അവരുടെ അനുഭവം കുറച്ചുകൂടി രസകരമാകുന്നത്. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ, അതിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ കഷ്ടപ്പാടുകളെക്കുറിച്ചോ അവർ അധികം സംസാരിക്കുന്നേയില്ല. അങ്ങനെയാണോ? അതെ, അതായത് ഒരു ഭാരമായിട്ടല്ല കണ്ടത്, വലിയൊരു ആവേശത്തോടെ, ഒരു പാഷനോടെ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തു. ആ ഒരു മനോഭാവം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് അവരവതരിപ്പിക്കുന്നതല്ലേ. നമ്മളൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിന്റെ അനുഭവവും ഫലവും. ശരിയാണ്. ഒരു ജോലിയെ ഭാരമായി കാണാതെ അതിലൊരു സന്തോഷം കണ്ടെത്തി ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് തന്നെ ഒരുപക്ഷെ കൂടുതൽ എളുപ്പമായി തോന്നും. തീർച്ചയായും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവാം. ഏത് പുതിയ കാര്യം ചെയ്യുമ്പോഴും തടസ്സങ്ങൾ സ്വാഭാവികമാണല്ലോ. ഉണ്ടാവാം. പക്ഷേ ഈ വീഡിയോയിലെ അവരുടെ സംഭാഷണത്തിൽ ഊന്നൽ കൊടുക്കുന്നത് അതല്ല. ലക്ഷ്യം, സാധ്യതകൾ, അതിലൂടെ കിട്ടിയ സന്തോഷം, ഇതിലാണ്. അപ്പോ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. വ്യക്തമായ ഒരു ലക്ഷ്യവും പിന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവ് മനോഭാവവും ഉണ്ടെങ്കിൽ മുന്നിലുള്ള തടസ്സങ്ങളെ നമുക്ക് അത്രത്തോളം ചെറുതായി കാണാനും മറികടക്കാനും പറ്റുമോ? അവരുടെ അനുഭവം അതാണ് പറയുന്നത്. തീർച്ചയായും. അവർ പറയുന്നതനുസരിച്ച് വെസ്റ്റീജും വിന്നിംഗ് ടീമുമായുള്ള ഈ യാത്ര അവരുടെ ലൈഫ് മൊത്തത്തിൽ മാറ്റിമറിച്ചു എന്നാണ്. ഡയറിയിലൊക്കെ എഴുതിവെച്ച പല സ്വപ്നങ്ങളും അതൊക്കെ ഇതിലൂടെ നേടാൻ പറ്റിയെന്നവർ പറയുന്നു. ഓ, കൊള്ളാം. ഭാർഗവി വളരെ അഭിമാനത്തോട് പറയുന്നുണ്ട്, ഈ ഡയറക്ട് സെല്ലിംഗ്, ഈ അവസരം അവർക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ്, ഒരു വരദാനാണ് എന്ന്. വരദാൻ, വരം. അതെ. അവർ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇന്ന് അവർക്കൊരു ബോസ് ഇല്ല. അത് പലരുടെയും സ്വപ്നമാണ്. ഫ്രീഡം.
സ്വന്തം സമയത്തിനനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. അവർ അവരുടെ സ്വന്തം ബോസാണ്. ശരി. ചരൺ സിംഗ് ഈ ബിസിനസ്സിനെ കാണുന്നത് ഒരു ജോലി എന്നതിനേക്കാൾ ഒരു ഉത്സവം പോലെയാണ്. ഉത്സവം. ഇൻട്രസ്റ്റിംഗ്. അതെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ എത്രത്തോളം തങ്ങൾക്ക് സാധിക്കുന്നുവോ അത്രയും വലിയ വിജയമാണ് അവർക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സ്വയം വിജയിക്കുന്നു എന്നൊരു ആശയം. അതെ, മറ്റുള്ളവരെ വിജയിപ്പിക്കുമ്പോൾ നമ്മളും വിജയിക്കുന്നു. അതാണ് തത്വം. സ്വന്തം ബോസ് ആകുക എന്നതിനപ്പുറം ഇതിനൊരു സോഷ്യൽ ആസ്പെക്ട് കൂടിയുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല, സമയം നമ്മുടെ കയ്യിലുണ്ട്, സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം, അതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നതും ഈ ബിസിനസ് മോഡലിന്റെ ഒരു പ്രധാന ആകർഷണമായിട്ടാണ് ഈ വീഡിയോയിൽ ഇത് അവതരിപ്പിക്കുന്നത്. ശരിയാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ളൊരു വഴി കൂടിയാണിത്. അവരുടെ അനുഭവത്തിൽ അതെ, ചരൺ സിംഗിന് ഇൻസ്പിറേഷനായ ചില കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കവിതയിലെ വരികളുണ്ട്. എല്ലാ മഹാന്മാരുടെയും ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതം മഹത്തരമാക്കാം. കാലമാകുന്ന മണൽത്തരികളിൽ നമ്മുടെ കാൽപ്പാടുകൾ പതിപ്പിക്കാം എന്നൊക്കെ. നല്ല വരികൾ. അതുപോലെ ചെറുപ്പത്തിൽ പഠിച്ച തപോവനത്തിലെ ഗുരുജി പറഞ്ഞ വാക്കുകൾ, നീ വലിയൊരാളാകും, ലോകം നിനക്കായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്, അതും വലിയൊരു ഊർജമായി എന്നാണ് പറയുന്നത്. അപ്പോ ഈ പ്രചോദനങ്ങളൊക്കെ ഒരു ഇന്ധനം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ കഥയിലൂടെ അവർ പങ്കുവയ്ക്കുന്നൊരു പ്രധാന മെസ്സേജ് ഒരുപക്ഷെ ഇതാണ്: നമ്മുടെ സാഹചര്യം എന്താണെങ്കിലും ശരിയായൊരു അവസരം കിട്ടിയാൽ അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ശരിയാണ്. അത് നേടാൻ ശ്രമിക്കാം എന്ന്. ചരൺ സിംഗിന്റെയും ഭാർഗവിയുടെയും ഈ വിവരണം അതിനൊരു ഉദാഹരണമായിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതെ. അപ്പോൾ നമ്മൾ ഈ അനുഭവം മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സാധാരണ ജോലിയിൽ നിന്ന് മാറി ഡയറക്റ്റ് സെല്ലിംഗ് എന്ന വഴിയിലൂടെ, പ്രത്യേകിച്ച് വെസ്റ്റീജ് വിന്നിംഗ് ടീം എന്ന പ്ലാറ്റ്ഫോമിലൂടെ അവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി, സ്വപ്നങ്ങൾ നേടി. ഇതാണ് വീഡിയോയുടെ കാതൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ഈ യാത്രയെക്കുറിച്ച് പറയുന്നത് ഭയങ്കര ആവേശത്തോടെയാണ്, സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒന്നായിട്ടാണ്. അതെ, ബുദ്ധിമുട്ടുകളെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഇല്ല, സാധ്യതകളിലും ലക്ഷ്യങ്ങളിലുമാണ് ഫോക്കസ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവരുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സമയത്തിൽ ഒരു നിയന്ത്രണം വരാനും പിന്നെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സ്വയം വളരാനും പറ്റുന്നൊരു വഴിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. തീർച്ചയായും ഈ അനുഭവം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ഫീൽഡിലെ ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ പറയുന്ന വെസ്റ്റീജ്, വിന്നിംഗ് ടീം എന്നിവയിലൂടെ കിട്ടിയ അവസരം. ശരിയാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ ആകർഷകമാവണമെന്നില്ലാട്ടോ. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതെ അതെ. എന്നാൽ ഈ വീഡിയോ അനുസരിച്ച് ചരൺ സിംഗിനെയും ഭാർഗവിയെയും പോലെയുള്ളവർക്ക് ഇത് വലിയൊരു സാമ്പത്തികവും വ്യക്തിപരവുമായ വളർച്ചയ്ക്ക് സഹായിച്ചൊരു മാർഗമാണ്. സ്വന്തം കഴിവിലൊരു വിശ്വാസം, ചെയ്യുന്ന കാര്യത്തിലൊരു ആവേശം, ഒരു പാഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നൊരു ചിന്തയാണ് ഈ അനുഭവം തരുന്നത്. ശരിയാണ്. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. ചരൺ സിംഗും ഭാർഗവിയും അവരുടെ ജീവിതത്തിലൊരു ഘട്ടത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു. അവർക്ക് പറ്റിയൊരു പുതിയ വഴി കണ്ടെത്തുകയും ചെയ്തു. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ പാഷൻ എന്താണ്? ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയോ കാര്യങ്ങളോ അതുമായി എത്രത്തോളം ചേർന്നു പോകുന്നുണ്ട്? നല്ല ചോദ്യമാണ്. ഒരുപക്ഷേ നിങ്ങളുടെ പാഷനും ലക്ഷ്യവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പുതിയ വഴികൾ, സാധ്യതകൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം. അവർക്കൊരു പുതിയ വാതിൽ തുറന്നു കിട്ടിയ പോലെ നിങ്ങൾക്കും പറ്റിയൊരു അവസരം എവിടെയെങ്കിലും ഉണ്ടാകുമോ? അതെ, ആ ഒരു അന്വേഷണം. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല തുടക്കമായേക്കാം.